ഹായ്, എല്ലാവർക്കും ആദ്യശ്രീ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ സ്ഥിരം കണ്ടൻറ്റിൽ നിന്നൊന്ന് മാറ്റി പിടിക്കുകയാണ്. ഇനി വീട്ടിൻ്റെ അടുക്കളയിലോട്ട് ഒന്ന് പോയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള ചില തട്ടിക്കൂട്ടലുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സ്ഥിരം കണ്ടൻറ്റിൽ നിന്ന് മാറ്റി പിടിക്കാനുള്ള കാരണം വേറെ ഒരു കണ്ടൻറ്റ് കിട്ടാത്തത് കൊണ്ടാണേ. ആദ്യമായിട്ട് സാമ്പാറാണ് വയ്ക്കുന്നത്. ഇവിടെ എല്ലാവർക്കും സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. ആദിക്ക് മാത്രം ഇവിടെ സാമ്പാറൊന്നും ഇഷ്ടമല്ല. അവന് കുറച്ച് മീനും പൊരിച്ചതോ വെച്ചതോ എന്തെങ്കിലും കൊടുത്താൽ സന്തോഷം. അവന് ദോശയുടെ ആയാലും പുട്ടിൻ്റെ കൂടെ ആയാലും എല്ലാം കുറച്ച് മീൻകറി കൊടുത്താൽ. അടുത്തതായിട്ട് പിന്നെ കുറച്ച് പയർ വിഴുക്കും കുറച്ച് തോരനുമാണേ. വിഴുക്കൊന്നും ഇവിടെ അത്ര ഇഷ്ടമല്ല, അതാണ് എല്ലാം കുറച്ചുണ്ടാക്കുന്നത്. ഇനി ഒരു അച്ചാറും കൂടെ വെക്കണം. അതും കൂടെ കഴിഞ്ഞാൽ ഏകദേശം ജോലിയൊക്കെ കഴിയും. 9 മണിക്ക് മുമ്പ് എല്ലാ ജോലിയും തീർത്തിട്ട് എനിക്കൊരു ചെറിയൊരു കടയുണ്ടേ, ഒരു ഫാൻസി സ്റ്റോറാണ്. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ 9 മണിയാകുമ്പോഴെങ്കിലും ഇറങ്ങി അടുക്കള ജോലിയൊക്കെ തീർത്തിട്ട് ഇതിനകത്തുനിന്ന് ഒന്ന് ഇറങ്ങിയാലേ എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റുള്ളൂ. അതാണ് രാവിലെ തന്നെ ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് ചെയ്യുന്നത്. ഇനി ഒരു മീൻ കറിയും കൂടെ വെക്കണം. അത് അമ്മ വെച്ചോളും. ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് അമ്മ വെച്ച് തരും മീൻ. നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടാകും. സംഭവം കുറച്ച് ലെങ്തായിട്ടുള്ള വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഇടുന്നത്. വേറൊന്നും വിചാരിക്കലും. എല്ലാവരും വീഡിയോ ഒക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇനി കുറച്ച് അച്ചാറും കൂടെ വെക്കണം. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ചാർ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മിക്ക ദിവസവും അച്ചാർ കാണും. ഇതിപ്പോൾ സാമ്പാറിൻ്റെ കൂട്ടുകൾ ചേർക്കുന്നതാണ്. ഞാനെല്ലാം കടുക് വറുത്തിട്ട് കുറച്ച് മുളക് പൊടിയും സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും ഉലുവ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ സാമ്പാറിലോട്ട് തട്ടി ഒന്ന് ഇളക്കുകയാണ് ചെയ്യണത്. നല്ല ടേസ്റ്റാണ്. ആദ്യമൊക്കെ ഞാൻ ഇവിടെ സാമ്പാർ വയ്ക്കുമ്പോൾ എന്നെ കളിയാക്കുമായിരുന്നു. എന്ത് കറി നീ കൊണ്ടുവച്ചാലും അതിൻ്റെ മണ്ടിലൊരു ബോർഡ് വയ്ക്കണമെന്നാണ് എന്നെ ഇവിടെ പറഞ്ഞ് കളിയാക്കണത്. ഇപ്പം ഞാൻ കുറച്ച് ബെറ്ററായൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കമൻസൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്കിങ്ങനെ പിന്നെ വോയിസ് കൊടുക്കാനൊന്നും അറിഞ്ഞൂടാ. ഓരോരുത്തരിടുന്ന വീഡിയോ കണ്ട് ആവേശം കൊണ്ട് കയറി ചെയ്യുന്നതാണ്. ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് പണി അത്ര എളുപ്പമല്ല എന്ന്. എന്നാലും ഒന്ന് ശ്രമിക്കാം. എല്ലാവരും ശ്രമമല്ലേ. നമ്മൾ ഇന്നലെ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്ത് ചിലപ്പം ശരിയാവുമായിരിക്കും. അങ്ങനെ നമ്മുടെ വീഡിയോ എങ്ങനെയൊക്കെ അങ്ങ് തീർന്നു. ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. എന്നാൽ ഈ കറിയൊക്കെ കൂട്ടി ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്.